കുറേ വർഷങ്ങൾക്ക് മുൻപ് വരെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വിശുദ്ധവാരം, നോമ്പാചരണം, പീഡാനുഭവം, കർത്താവിൻ്റെ കുരിശുമരണം എന്നൊക്കെ പറയുമ്പം പറഞ്ഞറിയിക്കാനാവാത്ത ചെറിയൊരു നോവും നൊമ്പരവുമൊക്കെ മനസ്സിൽ അടിഞ്ഞുകൂടുമായിരുന്നു. പ്രകൃതിക്ക് വരെ അതിൻ്റെ നേരിയ ഒരു ചായ്വുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറത്ത് പീഡാനുഭവം എന്ന് പറയുമ്പോഴോ കുരിശുമരണമെന്ന് പറയുമ്പോഴോ ആ ആർദ്രതയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതൊരു പക്ഷേ ബോധപൂർവം ഞാൻ ചെയ്തതായിരിക്കില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതായിരിക്കില്ല. കാലം നമ്മുടെ മനസ്സിൽ വരുത്തിയ മാറ്റങ്ങളായിരിക്കാം അത്തരം ചില ചിന്തകളുടെ നിദാനമായിട്ട് നിലകൊള്ളുന്നത്. മറ്റൊരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ നോമ്പാചരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയൊക്കെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പം അതിൻ്റെ നേർത്ത നനവൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം ആളുകളുടെ ജീവിതത്തിലും പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ ഒരു അനുഷ്ഠാനത്തിൻ്റെ തലത്തിലേക്ക് താഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പീഡാനുഭവം അതിൽ തന്നെ നമുക്കാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, അതൊരു രേഖപ്പെടുത്തലാണ്. പീഡാനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലെ രേഖപ്പെടുത്തലുകളാണ്. ആ രേഖപ്പെടുത്തലുകൾക്ക് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ: ഇതെല്ലാം കടന്നു പോകേണ്ടതാണ്. നിന്റെ ജീവിതത്തിൽ കാലാനുഗതമായിട്ട് ജീവിതം വരച്ചു ചേർത്ത പീഡകൾക്കൊക്കെയും ഒറ്റ അടയാളം മാത്രമേ ഉള്ളൂ: ഇന്നല്ലെങ്കിൽ നാളെ നീ ഈ ഭൂമിയിൽ നിന്ന് മറയപ്പെടും. അതാണ് പീഡകളുടെ ശരിക്കുമുള്ള അർത്ഥം. പക്ഷെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനും മറ്റൊരർത്ഥമുണ്ട്. ഈ പീഡകൾക്കപ്പുറത്ത് നിത്യമായ ഒരു വസതിയിലേക്കുള്ള വാതായനമാണ് നിന്റെ മരണവും നിന്റെ പീഡാനുഭവങ്ങളും എന്ന് പറയുമ്പോഴാണ് ക്രൈസ്തവന്റെ പീഡാസഹനങ്ങൾക്ക് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാവുക. ഭൂമിയിൽ ഒന്നും നിത്യമല്ല എന്ന് നമുക്കറിയാം. 2022 നോബൽ സമ്മാനത്തിന് അർഹമായ ഒരു പ്രബന്ധം ഈ ഭൂമി ഒരു മിഥ്യയാണ്, സത്യമല്ല എന്നുള്ളതായിരുന്നു. നിങ്ങളിൽ ഫിലോസഫി പഠിച്ചവർക്കറിയാം, പ്ലേറ്റോ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതൊന്നും യാഥാർത്ഥ്യമല്ല, വെറും നിഴലുകൾ മാത്രമാണ്. അതിനപ്പുറത്ത് നിഴലുകളല്ലാത്ത യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു ലോകം ഉണ്ട്, അത് സ്വർഗമാണെന്നൊന്നും പ്ലേറ്റോ പറഞ്ഞില്ല. അതിനിപ്പുറത്ത് ഭാരതീയ തത്വചിന്തയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതൊക്കെയും മായയാണ്. ഈ മായാവലയത്തിൽ നിന്ന് മായകളുടെ അല്ലാത്ത യാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിലേക്ക് തരണം ചെയ്യുന്നവനാണ് ആത്മീയൻ. അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മറ്റൊരു ലോകം നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന പാടുപീഡകളും നൊമ്പരങ്ങളും ആത്യന്തികമായി സംഭവിക്കുന്ന മരണങ്ങളും. ഈ മരണത്തിനപ്പുറത്ത് മറ്റൊരു ലോകം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ തെളിവാണ് ചരിത്ര സംഭവമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ക്രിസ്തുവിൻ്റെ മരണമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശ് ഒരു വാതായനമാണ്. ആ വാതായനത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രണ്ട് കാഴ്ചകൾ കാണാൻ സാധിക്കും. ഒന്ന്, ഈ ലോകത്തിൻ്റെ അവ്യക്തമായ ചില കാഴ്ചകൾ. ഇന്നും മരണത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നെടുക്കുമ്പം നമുക്ക് ചില കാഴ്ചകൾ കാണാൻ പറ്റും. ഒരാൾ മരിക്കുമെന്ന് ഉറപ്പുള്ള സമയത്ത് അവനോട് സംവദിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചില അവ്യക്തമായ ചില കാഴ്ചകളുടെ സൂചനകൾ നമുക്ക് തരും. മറ്റൊരു തലത്തിൽ വ്യക്തമായ ചില കാഴ്ചകൾ നമ്മളോട് പറഞ്ഞു തരും. താൻ പിന്നിട്ട ജീവിത വീഥികളിൽ നമുക്ക് നോവ് സമ്മാനിച്ച, നമ്മൾക്ക് നൊമ്പരങ്ങൾ ഉണ്ടാക്കിയ, നമ്മൾ പരാജയപ്പെട്ട, നമ്മൾ വിജയിച്ച ചില സംഭവങ്ങളെ പറ്റിയുള്ള നേർത്ത ചില ഓർമ്മകൾ അവർ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. അതുമല്ലെങ്കിൽ മറ്റൊരു ചില വിവരണങ്ങൾ അവർ തരും. വരാനിരിക്കുന്ന ലോകത്തെപ്പറ്റി ഈ ഭൂമിയിൽ ജീവിച്ചപ്പം വളരെ കുറച്ച് മാത്രം ചിന്തിച്ചതിനാൽ അവ്യക്തമായ മറ്റൊരു ലോകത്തിൻ്റെ ഒരു വളരെ ചുരുങ്ങിയ ഒരു കാഴ്ച അവർ നമ്മളോട് പറയും. വരുന്ന ലോകത്തെ പറ്റിയുള്ള വ്യക്തമായ ധാരണകളൊന്നുമില്ലാതെ അവ്യക്തതയിലേക്ക് കടന്നു പോകുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ കോവിഡിന് ശേഷവും അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്ന ചില വാക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഈ ജീവിതം ഒന്ന് അവസാനിച്ചെങ്കിൽ മതിയായിരുന്നു. അങ്ങനെ പറയാനായിട്ട് എന്താണ് കാരണം? ഈ ഭൂമിയിലെ ജീവിതം സുഗമമാക്കാനുള്ള സകല സ്വരുക്കൂട്ടലുകളും അവൻ്റെ കയ്യിലുണ്ട്. ജീവിതം സുന്ദരമായിട്ട് ജീവിച്ചു തീർക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട്. എന്നിട്ടും അവർ പറയുന്നു, ഈ ഭൂമിയിലെ ജീവിതം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു. കാരണം അവന് നിത്യതയെപ്പറ്റിയുള്ള വ്യക്തമായ ധാരണകളുടെ പുറത്തല്ല, മറിച്ച് മരണമെന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ വെറും ഒരു സാങ്കല്പികമായ യാഥാർത്ഥ്യമാക്കി മാറ്റി ഒരു തലത്തിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു തലത്തിൽ മരണം വെറും ഒരു സംഭവം മാത്രമായിട്ട് അവശേഷിപ്പിച്ച് ഒരു ഓർമ്മ പോലും ആകാതെ കടന്നു പോകാനായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ ഇത്രമാത്രം അവനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചേതോവികാരം എന്താണെന്ന് നമ്മൾക്കറിയാം. നമ്മൾ പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ വിളിച്ച് ചോദിച്ചാൽ മാത്രമല്ല ഈ സംഭവം വരിക.
ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും ജീവിതം മടുത്തു കഴിഞ്ഞു. എന്താണ് ജീവിതത്തെ മടുപ്പിച്ചിട്ട് മരണത്തെ ആശ്ലേഷിക്കാനായിട്ട്, മരണത്തെ സ്നേഹിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് നമ്മൾ ചിന്തിക്കണം. അത് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള സമസ്ത കാര്യങ്ങളും ചെയ്തു തീർത്തതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ ആരും പറയുന്നതല്ല. മറിച്ച് എവിടെയൊക്കെയോ വെച്ച് ജീവിതത്തെ പറ്റിയുള്ള തൃപ്തഭാവം, അസംതൃപ്തി എവിടെയോ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അസംതൃപ്തിയിൽ എവിടെയോ നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനങ്ങൾ നടത്തേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാരണം സമസ്ത മരണങ്ങളും ഒരു സുവിശേഷമാണ്. ഹോമോസാപ്പിയൻസിന് സ്വന്തമായിട്ട് മരിക്കാനുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ കൊല്ലാനായിട്ടുള്ള കഴിവുണ്ട്, മറ്റുള്ളവരെ മരണത്തിൻ്റെ കയ്യിലേക്ക് തള്ളിയിടാനായിട്ടുള്ള കഴിവുണ്ട്, സ്വാഭാവിക മരണം കൈവരിക്കാനുള്ള കഴിവുണ്ട്. ഇതിൽ എവിടെ വെച്ചാണ് ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ വർഗത്തിന് മരണത്തെ അങ്ങോട്ട് ചെന്ന് പുൽകാനുള്ള ഈ ഒരു തൃഷ്ണയുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാ വർഷവും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും നമ്മൾ വാതോരാതെ സംസാരിക്കുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ എവിടെയും സ്പർശിക്കാതെ അവൻ്റെ പീഡാനുഭവങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ മരണങ്ങൾ ഒരു സുവിശേഷമാവുകയില്ല. സുവിശേഷമാകണമെങ്കിൽ നമ്മളുടെ ഭൂമിയിലെ ജീവിതം എപ്രകാരമാണോ നമ്മൾ ജീവിച്ചു തീർക്കുന്നത് എന്ന് ദൈവം നിരൂപിച്ചിരിക്കുന്നുവോ അപ്രകാരം ഒരു ഭൂമിയിലെ ജീവിതം ജീവിച്ചു തീർത്താൽ മാത്രമേ നമ്മുടെ മരണങ്ങളൊക്കെയും ശരിക്കുമുള്ള സുവിശേഷങ്ങളാകുകയുള്ളൂ. യൗവനത്തിൻ്റെ തീവ്രതയിൽ പ്രശസ്തിയുടെ നടുവിൽ നിന്ന് മരണത്തെ ഇരു കൈയും നീട്ടി വാങ്ങിച്ചവനാണ് നമ്മുടെ ഗുരുവും നാഥനുമായ ഈശോനാഥൻ. ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈശോയുടെ കയ്യിൽ ഒരു ചുരുൾ ദൈവം കൊടുത്തിരുന്നു. എപ്രകാരമാണ് നീ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? ചില നാസ്തികർ പറയാറുണ്ട്, നിരാശനായി നിസ്സഹായനായി കുരിശിൽ മരിച്ചവൻ്റെ പിൻഗാമിയാണ് നിങ്ങളെന്ന്. ഫെഡറിക് നീഷെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ ഒരേ ഒരു ക്രിസ്ത്യാനിയെ ജീവിച്ചിട്ടുള്ളൂ, അത് ക്രിസ്തുവായിരുന്നു, അവൻ മരിച്ചു, ഇനി ഒരു ദൈവം അവശേഷിക്കുന്നില്ല, ക്രിസ്തു മരിച്ചു കഴിഞ്ഞു. ക്രിസ്തു മരിച്ചു എന്ന് നിഷയെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രേരിപ്പിച്ച ജീവിതശൈലി ക്രിസ്ത്യാനിയുടെയാണ്. കാരണം അവൻ്റെ മരണം എന്നേക്കുമുള്ള മരണമാണെന്ന് നമ്മുടെ ജീവിതശൈലികളിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തു. കാരണം സാക്ഷ്യങ്ങളില്ലാത്ത മരണം, ലോകത്തിൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർക്കാൻ പറ്റാത്ത രീതിയിൽ വിസ്മൃതിയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന മരണമാണ് നമ്മൾ കാഴ്ചവെക്കുന്നതെങ്കിൽ ക്രൈസ്തവൻ്റെ മരണത്തിന് സാധാരണ മറ്റു ജൈവ ജീവജാലങ്ങളുടെ മരണത്തിൽ നിന്നും ഒരു തരത്തിലുള്ള വ്യതിരിക്തതകളില്ല. കാരണം ക്രിസ്തുവിൻ്റെ മരണത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിക്കുന്ന ആൾക്ക് വരേണ്ട നഷ്ടങ്ങളെപ്പറ്റിയും രൂപവ്യത്യാസത്തെപ്പറ്റിയും ഒക്കെ ക്രിസ്തുവിൻ്റെ മരണം നമ്മളോട് പറയുന്നുണ്ട്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അനിത്യമായ ഈ വാസസ്ഥലത്ത് മനുഷ്യൻ്റെ കൂട്ടത്തിൽ ജീവിച്ച് നിത്യനായവൻ്റെ വസതി തേടി പോകേണ്ടത് എങ്ങനെയെന്നുള്ളതിൻ്റെ മന്ത്രം നമ്മളെ പഠിപ്പിച്ചിട്ടാണ് ക്രിസ്തു പോയത്. ആ ഗുരുവിൻ്റെ മരണത്തിനാണ് പ്രത്യേകതകളുള്ളത്. അതൊരു കലയായിരുന്നു. ക്രിസ്തുവിൻ്റെ മരണം കുരിശിലെ ഒരു നൃത്തമാണെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം അത്രയും ചാരുതയോടെ മറ്റുള്ളവരെ കുരിശിലേക്ക് ആകർഷിച്ച് മരിച്ചുപോയ മരണം കൊണ്ട് അവസാനിപ്പിക്കാതെ വിശ്വാസത്തിൻ്റെ തലത്തിൽ ചിന്തിച്ചാൽ അതിനപ്പുറത്ത് 3 നാൾക്ക് ശേഷം മനോഹരമായ നിത്യതയുടെ കവാടം തുറന്നിട്ടിട്ട് പോയ ഒരു മഹത്തായ ജീവിതത്തിൻ്റെ വിശ്വാസ സംഹിത പേറുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ മനുഷ്യനെ കണ്ടു, അഴകില്ല, ആകർഷകമായ ഒന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല, രൂപം നഷ്ടപ്പെട്ടവൻ, സർവ്വരാലും പരിത്യക്തൻ, വേദനകളുടെ മനുഷ്യൻ, സങ്കടങ്ങളുടെ മനുഷ്യൻ, ബലത്താലും നിയമത്താലും വധിക്കപ്പെട്ടവൻ, ദുഷ്ടന്മാരോടുകൂടെ സംസ്കരിക്കപ്പെട്ടവൻ. അവിടെ അവസാനിക്കുന്നില്ല. ദുഷ്ടന്മാരോടുകൂടെ മാത്രം സംസ്കരിക്കപ്പെട്ടിട്ട് അവൻ ഉയർക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതം പോലും അന്വർത്ഥമാകുമായിരുന്നില്ല. അത് വെറും ഒരു നശ്വരതയിൽ അവസാനിക്കുമായിരുന്നു. പക്ഷേ പ്രതീക്ഷയുടെ കവാടം തീർക്കുന്ന ഒരു കുരിശിനെ മനുഷ്യന് സമ്മാനിച്ചിട്ടാണ് ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കന്മാർ അർത്ഥവത്തായിട്ട് ജീവിച്ച മാതാപിതാക്കന്മാരുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ച കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ടാവും, അല്ലെങ്കിൽ മക്കൾ ഇവിടെ ഉണ്ടാകും. എല്ലാം ജീവിച്ചു തീർത്ത് ഇഹത്തിലെ ജീവിതം മുഴുവൻ അതിൻ്റെ പരിപൂർണതയിൽ ജീവിച്ച് സമസ്തവും പൂർത്തിയായി എന്ന് പറഞ്ഞ് മക്കളെയും ചെറുമക്കളെയുമൊക്കെ അനുഗ്രഹിച്ച് കടന്നുപോയ മാതാപിതാക്കന്മാരുടെ മക്കൾ ഇവിടെ ഇരിപ്പുണ്ടാവും. വളരെ മനോഹരമായി ഒരു കവിത പോലെയോ ഒരു സങ്കീർത്തനം പോലെയോ മനോഹരമായ ഒരു ജന്മം. അതുകൊണ്ട് മരണം ആർക്കും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. മരണത്തെപ്പറ്റി സംസാരിച്ചാൽ വളരെ ലാഘവത്തോടെ ആളുകൾ മരണം അതൊരു വിഷയമുള്ള കാര്യമില്ല. ഇന്നോ നാളെയോ എന്നെയോ നിങ്ങളെയോ തേടി വരാൻ പോകുന്ന ഒരു സത്യം, ലോകത്തിലെ നിത്യസത്യങ്ങളിൽ ഒരെണ്ണം. ആ സത്യം എന്നെ തേടിയെത്തും. പക്ഷെ ആ തേടിയെത്തുമ്പോഴെൻ്റെ ഹൃദയ വിചാരങ്ങൾ എന്താണ്? ഈ കുരിശിൽ കിടക്കുന്നവൻ്റെ അല്ലെങ്കിൽ കുരിശിലെ ബലി എന്ന് പറയുന്നത് അവസാനത്തെ ഒരു പൂർണ്ണവിരാമമാണ്. ഈ പൂർണ്ണവിരാമം നമ്മുടെ ജീവിതത്തിലേക്ക് വീഴുന്നതിന് മുൻപ് ജീവിച്ചു തീർത്തതിൻ്റെ കഥകൾ മറ്റുള്ളവരോട് പറയാൻ,
അതല്ലെങ്കിൽ അവർക്ക് ഓർത്തിരിക്കാൻ തക്ക രീതിയിൽ നാളെയും ഒരു ഉയർപ്പിൻ്റെ സ്മരണ പോലെ എൻ്റെ ജീവിതം രേഖപ്പെടുത്തേണ്ടതിന് അത്തരമൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ആചാരവും അനുഷ്ഠാനവും മാത്രമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാതെ കടന്നു പോകും. നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും മരണത്തിൻ്റെ തൊട്ടടുത്തെത്തിയിട്ട് തിരികെ വന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മരണത്തിൻ്റെ മണമേറ്റവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ നിസ്വനങ്ങളും അതിൻ്റെ ശരിക്കും നമ്മുടെ ചെവിയോട് ചേർത്ത് വരുന്ന അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് എന്തായാലും ഒരു ദിവസം നമ്മളെ തേടിയെത്തും. അന്നേരം നമ്മുടെ ആത്മവിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? നൈരാശ്യമായിരിക്കുമോ, പ്രതീക്ഷയായിരിക്കുമോ, സന്തോഷമായിരിക്കുമോ? ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ വർഗം ആദ്യമായിട്ട് അവൻ്റെ മനസ്സിൽ കുറിച്ചിട്ട വികാരം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഭയമായിരുന്നെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പരിണാമത്തിൻ്റെ ഘട്ടത്തിൽ മനുഷ്യൻ്റെ മനോമുകുരത്തിലേക്ക് ചേക്കേറിയ ആദ്യ വികാരം മരണത്തിൻ്റെ ദുഃഖമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ മരണത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് ചരിത്രപരമായിട്ടും ശാസ്ത്രീയമായിട്ടും ദൈവികമായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഉയർക്കാൻ വേണ്ടിയുള്ള മരണമാണ്. മറിച്ച് ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ട അനിത്യമായ ഒരു യാഥാർത്ഥ്യമല്ല നമ്മുടെ ശരീരമെന്നും അതിനപ്പുറത്ത് അക്ഷയവും ദീപ്തവും ലഘുത്വവുമാർന്ന ഒരു ശരീരത്തോടെയും ഒരു ആത്മാവോടും കൂടെ വീണ്ടും ദൈവത്തിൻ്റെ നിത്യതയിൽ അലിഞ്ഞു ചേരാനുള്ളവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ പീഡാനുഭവ വെള്ളിയും നമ്മളോട് അനുസ്മരിപ്പിക്കുന്നത്. ആ മരണത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. തലേ രാത്രിയിൽ സ്നേഹത്തിൻ്റെ സമ്പൂർണതയിൽ ഊഷ്മളമായ ബന്ധങ്ങളുടെ തികവിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊത്ത് അവസാനത്തെ അത്താഴം ഉണ്ട് പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ ഈ പറയുന്ന ഭൗമികമായ ജീവിതത്തിൻ്റെ യവനികൾക്കപ്പുറത്തേക്ക് നടന്നു നീങ്ങിയ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് നമ്മളെല്ലാവരും. അത്തരമൊരു ചിന്ത എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ വെള്ളിത്തിരകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ നോവാർന്ന മനസ്സോടുകൂടി വെളുപ്പാങ്കാലത്ത് 5:30 മുമ്പ് കുളിച്ച് ഒരു പിടി ചോറ് വായിലേക്ക് ഉണ്ണാതെയോ മരണത്തിൻ്റെ കൈകളിലേക്ക് കടന്നു പോകുന്ന ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ കിടക്കുകളിൽ വെച്ച് അറിയാതെ തന്നെ മരണത്തിൻ്റെ കൈകളിലേക്ക് വഴുതി പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് മരണം ഒരു വിശേഷമായി രേഖപ്പെടുത്തി, അതിനപ്പുറത്ത് മരണത്തെ ഒരു സുവിശേഷമായി രചിച്ചിട്ട് കടന്നു പോകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മുടെ ശരീരത്തെ ത്രസിപ്പിക്കാനുള്ള, നമ്മുടെ ആയുസ്സിനെ നീട്ടാനുള്ള ഒരുപാട് ഉപാധികൾ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതും ദൈവികവുമാണ്. പക്ഷെ നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കാൻ പറ്റുന്ന, നമ്മുടെ ആത്മാവിനെ ത്രസിപ്പിക്കാൻ പറ്റുന്ന പലതും എപ്പോഴാണോ നമ്മൾ സിവിലൈസ്ഡ് ആയെന്ന് അല്ലെങ്കിൽ സാംസ്കാരികരായെന്ന് പറയുന്ന കാലം തൊട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവശേഷിപ്പിക്കുന്ന ശൂന്യതകളെ നികത്താൻ പറ്റുന്ന മനസ്സിൻ്റെ മന്ത്രങ്ങളോ ആത്മാവിൻ്റെ സാന്ത്വനങ്ങളോ നമ്മൾ പഠിച്ചിട്ടില്ല. അതിന് ഒറ്റ വഴികൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ അഭയം ഗമിക്കുക മാത്രമാണ്. ഇഹത്തിലെ സമസ്ത കാര്യങ്ങളും കടന്നു പോകുമെന്നും നിത്യമായവ വരാനിരിക്കുന്നു എന്നുള്ള വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പീഡാനുഭവ ദിനങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പിന്തിരിഞ്ഞ് നോക്കാം. ഇത്രയും നാൾ പിന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മേൽ അടയാളപ്പെടുത്തിയ പീഡാനുഭവങ്ങളൊക്കെ എനിക്ക് ഭാരങ്ങളായിരുന്നു, അതോ അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നോ? ഇന്നല്ലെങ്കിൽ നാളെ കഷ്ടപ്പാടിൻ്റെയും കണ്ണുനീരിൻ്റെയും ഈ താഴ്വര വിട്ട് ശരിക്കും ദുഃഖങ്ങളില്ലാത്ത മറ്റൊരു ലോകത്തിലേക്ക് എനിക്ക് യാത്ര തിരിക്കണമെന്ന് ഉള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. ശാസ്ത്രത്തിന് താത്വികമായ ദർശനങ്ങൾ കൊണ്ടോ ലബോറട്ടറിയിലെ പരീക്ഷണങ്ങൾ കൊണ്ടോ തെളിയിക്കാനാവാത്ത, നമ്മുടെ ദൃഷ്ടികൾക്ക് അഗോചരമായ ഏതോ തലത്തിൽ നിലകൊള്ളുന്ന നിത്യതയുടെ കവാടങ്ങളിലേക്ക് പീഡാനുഭവത്തിൻ്റെ വെള്ളി കഴിഞ്ഞ്, കുരിശുമരണത്തിൻ്റെ വെള്ളി കഴിഞ്ഞ് ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വിശ്വാസ സത്യം ഇതാണ്: ഈ ലോകത്തിൻ്റെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ഒരു ദിനമുണ്ട്. അവയെല്ലാം അവസാനിപ്പിച്ച് നിത്യതയിൽ ദൈവത്തോട് ഒത്തുചേരാനായിട്ട് പോകേണ്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ ഞാൻ പോകുന്നുവെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞത്. ഹൃദയസ്പർശിയായ ആ കാര്യം ഈ ഭൂമിയിൽ വെച്ച് നശ്വരരായ നമ്മളോട് ദൈവം പറഞ്ഞെങ്കിൽ, ഈ ഭൂമി നശ്വരമല്ലെന്നും നിത്യമല്ലെന്നും ഇതിനപ്പുറത്ത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു ലോകമുണ്ട് എന്ന് വലിയൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ക്രിസ്തു, ചരിത്രപുരുഷനായ ക്രിസ്തു, ഈ ലോകത്തിൽ നിന്നും തൻ്റെ നിത്യപിതാവിൻ്റെ വസതിയിലേക്ക് യാത്രയാവുന്നത്. ഉയർപ്പിൻ്റെ ഉഷസ്സിലേക്ക് ഉണരുന്നതിന് മുമ്പ്
എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സമസ്ത പാടുപീടകളും കണ്ണീരുകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് എഴുതി ചേർത്ത മനോഹരങ്ങളായ കാവ്യങ്ങളാണെന്നും എൻ്റെ പിൻതലമുറക്കാർക്ക് വായിച്ചു പഠിക്കേണ്ട രഹസ്യങ്ങളാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റി നമുക്ക് ധ്യാനിക്കാം. കുരിശ് എന്ന കവാടത്തിലൂടെ നിത്യതയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. കടന്നുപോയ വീഥികളുടെ സമസ്ത കാര്യങ്ങളും നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് കൊണ്ടുവരാം. തീർച്ചയായിട്ടും ആത്മാർത്ഥമായ ഈ ഭൗമിക ജീവിതത്തെ പറ്റിയുള്ള ധ്യാനം നിത്യതയുടെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തീർച്ചയായും തുറന്നു തരും. പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ നമ്മുടെ രക്ഷയ്ക്ക് കാരണഭൂതനായ രൂപം നഷ്ടപ്പെട്ട ദുഷ്ടന്മാരോടുകൂടി സംസ്കരിക്കപ്പെടുകയും വിജയശ്രീലാളിതനായി 3-ാം നാൾ ഉയർക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് നമ്മളെ നിരന്തരമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.